നമസ്കാരം. ഭാരതം എന്ന മഹാരാജ്യം ലോകത്തിന് മുന്നിൽ എന്നും തലയുയർത്തി നിന്നിരുന്നത് അതിൻ്റെ മതേതരത്വത്തിലും ബഹുസ്വരതയിലുമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്തിൻ്റെ ഈ സവിശേഷതകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയും അതോടൊപ്പം ശക്തി പ്രാപിച്ച തീവ്ര ഹിന്ദുത്വ അജണ്ടകളും ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് പ്രസക്തിയേറുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യയുടെ മതേതര മുഖമായിരുന്ന ഗോവയിൽ അതിതീവ്ര സനാതനികൾ നടത്തിയ അത്യന്തം അപകടകരമായ ചില നിരീക്ഷണങ്ങളെ ആസ്പദമാക്കിയാണ്. ഗോവയിലെ ഈ സംഭവം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് രാജ്യവ്യാപകമായി പടരുന്ന ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഗോവ എന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിന് പേരുകെട്ട ഒരു സംസ്ഥാനമാണ്. പോർച്ചുഗീസ് പാരമ്പര്യവും ഇന്ത്യൻ സംസ്കാരവും ഇഴചേർന്നു നിൽക്കുന്ന അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ വലിയൊരു ഐക്യം നിലനിൽക്കുന്നു. കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ സെന്റ് സേവ്യേഴ്സ് ഗോവക്കാർക്ക് കേവലം ഒരു മതനേതാവല്ല, മറിച്ച് അവരുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ BJP ഭരണത്തിന് കീഴിൽ ഗോവയിൽ പോലും അസഹിഷ്ണുതയുടെ വിത്തുകൾ പാകാൻ തീവ്ര സനാതനികൾക്ക് ധൈര്യം ലഭിക്കുന്നു. BJP മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു തീവ്ര സനാതനി സെന്റ് സേവ്യേഴ്സിനെ തീവ്രവാദി എന്ന് വിളിച്ചത് ആ സമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്ത ആളാണ് സെന്റ് സേവ്യേഴ്സ് എന്ന തരത്തിലുള്ള ചരിത്രപരമായ വക്രീകരണങ്ങൾ നടത്തി ജനങ്ങളെ തമ്മിലടുപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഭരണകൂടം ഇത്തരം പ്രസ്താവനകൾക്ക് മൗനാനുവാദം നൽകുമ്പോൾ അത് രാജ്യത്തിൻ്റെ മതേതര അടിത്തറയാണ് തകർക്കുന്നത്. സെന്റ് സേവ്യേഴ്സിനെ പെരുന്നാളിലും പള്ളികളിലും പോയിരുന്ന സാധാരണക്കാരായ ഹിന്ദുക്കളെ പോലും ഇവർ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. BJPയുടെ രാഷ്ട്രീയ പ്രവർത്തന രീതി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: അവർക്ക് അധികാരം നേടാൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. എന്നാൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ തീവ്ര അജണ്ടകൾ നടപ്പിലാക്കാൻ അവരെ തന്നെ ബലിയാടാക്കുന്നു. കേരളത്തിലും ഗോവയിലും ക്രിസ്ത്യൻ സഭകളെ സ്വാധീനിക്കാൻ BJP വലിയ തോതിൽ ലവ് ജിഹാദ്, വികസനം തുടങ്ങിയ വിഷയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചില സഭാ നേതാക്കളെങ്കിലും BJP വന്നാൽ അഴിമതി മാറുമെന്നും സമാധാനമുണ്ടാകുമെന്നും വിശ്വസിച്ച് അവരെ പിന്തുണയ്ക്കുന്നു. എന്നാൽ ഈ വിശ്വാസം എത്രമാത്രം അപകടകരമാണെന്ന് ഛത്തീസ്ഗഡിലും മണിപ്പൂരിലും ഉണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നു. അവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടപ്പോഴും വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോഴും BJP സർക്കാർ നിസ്സംഗത പാലിക്കുകയായിരുന്നു. അധികാരം നിലനിർത്താൻ സഭയുടെ പിന്തുണ തേടുകയും അതേസമയം തന്നെ തങ്ങളുടെ അണികളിലൂടെ സഭയുടെ വിശുദ്ധരെയും ആചാരങ്ങളെയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് BJPയുടെ ഇരട്ടത്താപ്പാണ്. ഉണരുന്ന ഹിന്ദു എന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ മറ്റു മതസ്ഥരെ ശത്രുക്കളായി കാണാൻ പഠിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തീവ്രവാദം ഏത് മതത്തിലായാലും അപകടം തന്നെയാണ്. മതം എന്നത് ഒരു രാജ്യത്തിൻ്റെ അടിത്തറയിലേക്ക് നീങ്ങും. ഇസ്ലാം മതം തീവ്രമായ രീതിയിൽ അധികാരത്തിൽ വന്ന സിറിയ, യമൻ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഭയാനകമാണ്. അവിടെ മതം മനുഷ്യരെ തമ്മിലടുപ്പിക്കുകയും രാജ്യത്തിൻ്റെ വികസനത്തെ നൂറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ത്യയിൽ സനാതനധർമ്മത്തിൻ്റെ പേരിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും സമാനമായ ഒന്നാണ്. തീവ്ര ഹിന്ദുത്വം ഉണരുമ്പോൾ അത് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ സിഖുകാരെയോ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഓരോ ഭാരതീയൻ്റെയും സ്വൈര ജീവിതത്തെയാണ് തകർക്കുന്നത്. ഒരു പൗരന് തൻ്റെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിന് കീഴിലായി മാറുന്നു. സനാതനധർമ്മം എന്നത് സമാധാനത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കേണ്ട ഒന്നാണെങ്കിലും ഇന്ന് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. നമ്മുടെ IT പ്രൊഫഷണലുകളും ശാസ്ത്രജ്ഞരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. എന്നാൽ രാജ്യത്തിനകത്ത് പശുവിനെക്കുറിച്ചും ചാണകത്തെക്കുറിച്ചും മാത്രം സംസാരിക്കുകയും അതിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്നു.
വിശ്വഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും രാജ്യത്തിനകത്ത് ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്നത് ആധുനിക ലോകത്തിന് മുന്നിൽ നമ്മളെ പരിഹാസരാക്കുകയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഇത്തരം അസഹിഷ്ണുതകൾ കാരണം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബംഗാളിലെയും ഗോവയിലെയും ഉദാഹരണങ്ങൾ വെച്ച് നോക്കിയാൽ BJP ഭരണത്തിന് കീഴിൽ പോലീസ് സംവിധാനങ്ങൾ പോലും നിഷ്ക്രിയമാകുന്നതായി കാണാം. തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിയമം കയ്യിലെടുക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലയിടത്തും കാണുന്നത്. ഗോവയിൽ സെന്റ് സേവേഴ്സിനെതിരെ സംസാരിച്ച വ്യക്തിക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് പകരം അതിന് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായി കാണാനാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ ഇതേ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ക്രൈസ്തവ വോട്ടുകളിലൂടെയാണ്. എന്നാൽ പല സംഭവങ്ങളെയും മുൻനിർത്തി രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് തീവ്ര ഹിന്ദുത്വത്തിൻ്റെ അന്തിമ ലക്ഷ്യം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ്. അതിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും രണ്ടാം തരം പൗരന്മാരായി മാത്രമേ കഴിയാൻ സാധിക്കൂ. സനാതനധർമ്മം ഉണരുന്ന ഇന്ത്യയിൽ തങ്ങൾക്ക് സുരക്ഷിതമായി കഴിയാം എന്ന് കരുതുന്ന ക്രൈസ്തവ സഭകൾക്ക് ഗോവയിലെയും ഛത്തീസ്ഗഡിലെയും സംഭവങ്ങൾ വലിയൊരു പാഠമാണ്. ഇന്ത്യയെ നശിപ്പിക്കാൻ പുറത്തു നിന്നുള്ള ശത്രുക്കൾ വരേണ്ടതില്ല, മറിച്ച് രാജ്യത്തിനകത്ത് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ മതിയാകും. സനാതനധർമ്മത്തെ അതിൻ്റെ വിശുദ്ധതയോടെ കാണിക്കുന്ന യഥാർത്ഥ ഹിന്ദുക്കൾ ഒരിക്കലും മറ്റു മതസ്ഥരെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കില്ല. എന്നാൽ BJPയും സംഘപരിവാറും മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം രാഷ്ട്രീയ അധികാരം നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഏകാധിപത്യമല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടുന്ന വ്യവസ്ഥിതിയാണ്. മതസൗഹാർദ്ദം തകർന്നാൽ ഒരു രാജ്യത്തിന് ഒരിക്കലും സാമ്പത്തികമായോ സാമൂഹികമായോ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗോവയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയ അസഹിഷ്ണുതയുടെ പടർച്ച തടയേണ്ടത് അനിവാര്യമാണ്. ഇത്തരം തീവ്രവാദ പ്രവണതകൾക്കെതിരെയും അവയെ പ്രോത്സാഹിപ്പിക്കുന്ന BJP രാഷ്ട്രീയത്തിനെതിരെയും ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. ഭാരതം ഭാരതമായി തുടരണമെങ്കിൽ സഹിഷ്ണുതയും സ്നേഹവുമാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമാക്കേണ്ടത്.